പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം ആവശ്യം ഉന്നയിക്കുന്നത് ബംഗ്ലാദേശിലെ തീവ്രവാദികളാണ്. അത് കേൾക്കാൻ കാത്തിരിക്കുമായിരിക്കുമോ മമത? മമതയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ RG കർ മെഡിക്കൽ കോളേജിൽ മറ്റേ ഡോക്ടറുടെ കൊലപാതകം നടന്നല്ലോ. ബംഗാൾ ശരിക്കും കത്തിയതല്ലേ പ്രക്ഷോഭമൊക്കെ. എന്നിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും എല്ലാ സെറ്റും മമതയുടെ പാർട്ടി ജയിച്ചിട്ടുണ്ട്, മമതയും ജയിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാം. പക്ഷെ പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെമോഗ്രഫിയിൽ വരുന്ന ചേഞ്ചുകളില്ലേ, നുഴഞ്ഞുകയറ്റക്കാർ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഉള്ളവർ. ഇങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർക്കൊക്കെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇങ്ങനെ ഉള്ള കാർഡുകളെല്ലാം കൊടുക്കുക, പൗരത്വത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ പല സ്ഥലത്തും അത്യാവശ്യം ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് ഒക്കെ ഈ മുസ്ലിങ്ങൾക്കും മറ്റും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ടൊക്കെ മേടിക്കുന്ന പരിപാടിയാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അതിൽ സന്തോഷം. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ വളരെ ദൂരെയല്ലേ. ബംഗ്ലാദേശിനോട് അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്, തൊട്ടപ്പുറത്തല്ലേ. ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്കും വലിയ സന്തോഷം. അവർക്കും അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് ഇരിക്കാവുന്ന. ബംഗ്ലാദേശിലെ പല MP-മാരും പണ്ട് ചികിത്സയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് ധാരാളം ആളുകൾ കൽക്കട്ടയിലാണ്. ഒരു MP ആണെങ്കിൽ കൽക്കട്ടയിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ യൂനുസ് അധികാരത്തിൽ വന്ന പിന്നെ ഈ ഉപദേശി ഭരണത്തിൽ മുഖ്യ ഉപദേശിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ അൻസറുള്ള ബംഗ്ല എന്ന് പറഞ്ഞാൽ അൽ-ഖ്വയ്ദയുടെ ബംഗ്ലാദേശിലെ സംഘടന, അൽ-ഖ്വയ്ദയുടെ തന്നെ സംഘടനയാണ്. പേര് മാറ്റിയിട്ടിരിക്കുന്നേ ഉള്ളൂ. അൻസറുള്ള ബംഗ്ല ടീം എന്നാണ് അതിൻ്റെ പേര്, ABT ഷോർട്ട് ഫോം, അൽ-ഖ്വയ്ദ. അതിൻ്റെ നേതാവ് മുഫ്തി ജഷീമുദ്ദീൻ റഹ്മാനിയെ മോചിപ്പിച്ചിരുന്നു, ജയിലിൽ കിടക്കുകയായിരുന്നു. ഒരാളെ കൊന്ന കേസിൽ തന്നെയാണ്. അപ്പോൾ ഈ റഹ്മാനിയാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തണം. അപ്പോൾ മോദി ഭരണത്തിൽ നിന്ന് ബംഗാളിനെ മോചിപ്പിക്കണം, അതിന് മമത മുൻകൈ എടുക്കണം, മമത സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്ന് മമതയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റഹ്മാനിയാണ്. അപ്പോൾ 2015 അമേരിക്കൻ പൗരനാണ്, പക്ഷേ ഹിന്ദുവാണ്. അമേരിക്കൻ പൗരൻ അഭിജിത്ത് റോയിയെ കൊന്ന കേസിൽ പ്രതിയാണ് ഈ റഹ്മാനി, ഈ അൽ-ഖ്വയ്ദ നേതാവ്. അപ്പോൾ അമേരിക്കൻ പൗരനായതുകൊണ്ട് അമേരിക്കയും ഇടപെടേണ്ട കേസാണത്. പക്ഷെ ബൈഡൻ അനങ്ങിയില്ല. എന്താണെന്ന് വെച്ചാൽ ബൈഡന് താല്പര്യം ഈ തീവ്രവാദികളോടാണല്ലോ അവിടെ. അങ്ങനെയല്ലേ ഈ ഷെയ്ഖ് ഹസീനയുടെ അട്ടിമറിയൊക്കെ നടന്നിരിക്കുന്നത്, അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് നടന്നത്. അപ്പോൾ ബൈഡൻ ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല ഈ റഹ്മാനിയുടെ കാര്യത്തിൽ. അപ്പോൾ ഒരു വീഡിയോയിലാണ് റഹ്മാനി ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോചിപ്പിച്ച ശേഷം ഒരു വീഡിയോയിൽ ഇന്ത്യക്കെതിരെ മമത ജിഹാദ് നടത്തണം, ബംഗാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം മമത എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. 2021 ഡിസംബറിൽ അമേരിക്ക ഇയാൾക്കെതിരെ $5 മില്യൺ തലയ്ക്ക് വിലയിട്ടിരുന്നു. ഇയാളെ ഈ റഹ്മാനിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക്. അത് 2021 ഈ ധാക്കയിൽ ഒരു ആക്രമണം നടത്തിയിട്ടാണ് റോയിയെ കൊല്ലുന്നത്, ധാക്കയിൽ. അപ്പോൾ അയാളുടെ ഭാര്യ റഫീദ ബോണിയ അഹമ്മദിന് പരിക്കും പറ്റിയിരുന്നു. റോയിയുടെ ഭാര്യ റഫീദ ബോണിയ അഹമ്മദ്, ഭാര്യ മുസ്ലിമാണ്, അവർക്ക് പരിക്കും പറ്റിയിരുന്നു. അത് കഴിഞ്ഞ് ആ ആക്രമണം നടത്തിയ ഭീകരരെ പറ്റി വിവരം കൊടുക്കുന്നവർക്കുമൊക്കെയാണ് ഈ ഇനാം പ്രഖ്യാപിച്ചിരുന്നത് അമേരിക്ക. പക്ഷേ ഇയാളെ പിടിച്ചു, റഹ്മാനിയെ ജയിലിൽ വിട്ടു.
പക്ഷെ ബൈഡൻ ഈ ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇയാൾ വെറുതെ വിട്ടപ്പോൾ മോചിപ്പിച്ചല്ലോ ആവശ്യമില്ലാണ്ടായി. മോചിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ബൈഡൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. തെറ്റായിപ്പോയി, സത്യത്തിലൊരു അമേരിക്കൻ പൗരനെയാണ് കൊന്നത്. ബൈഡൻ അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് വിട്ടു എന്ന്. പക്ഷെ ബൈഡൻ്റെയും കൂടി താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളായ പ്രൊഫസർമാർ ഒക്കെ അക്കാഡമിഷ്യൻസൊക്കെ രാജിവെക്കുക, ഹിന്ദുക്കൾ പലായനം ചെയ്യുക, ഹിന്ദു വംശഹത്യ നടക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് വരുമ്പോൾ അമേരിക്കയിലെ ഹിന്ദുക്കളില്ലേ, അവർ ഈ വക പരിപാടികൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ പലായനം, വംശഹത്യ എന്നൊക്കെ ഉള്ളത് ഒരു മനുഷ്യാവകാശ പ്രതിസന്ധി ആണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗാസയിൽ വംശഹത്യയാണ് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യയല്ലേ, ഹിന്ദുക്കളുടെ പലായനം ഒക്കെയല്ലേ നടക്കുന്നത്. അതിനെപ്പറ്റി ലോകം മിണ്ടുന്നില്ല. ഗാസയെപ്പറ്റി പറയാൻ 100 നാവുണ്ട്. തിരിച്ച് ഹിന്ദുക്കൾക്കെതിരെ ഒരു സ്ഥലത്ത് അക്രമം നടക്കുമ്പോൾ പറയാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്? ട്രംപ്. ദീപാവലിക്ക് ട്രംപ് പറഞ്ഞു അവിടെ നടക്കുന്ന ഹിന്ദു വംശഹത്യയാണ്, അത് ശരിയല്ല. ക്ലിയർ ആയിട്ട് പറഞ്ഞ വ്യക്തി. അത് 4-5 കുറച്ച് രൂക്ഷമായിട്ട് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഹിസ്ബുത്ത് തഹ്രീർ, ഇപ്പോൾ ഇയാളുടെ റഹ്മാനിയുടെ അൻസറുള്ള എന്ന് പറഞ്ഞ അൻസറുള്ള ബംഗ്ല, അതല്ലാതെ അവിടെ മതതീവ്രവാദി സംഘടനകൾ വേറെയും പഴിഞ്ഞാടുന്നുണ്ട്. ഹിസ്ബുത്ത് തഹ്രീർ, ജമാഅത്തെ ഇസ്ലാമി, ഹഫാസത്ത് ഇ ഇസ്ലാം, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് പുറമെ ജമാഅത്തെ ഇസ്ലാമി ഇതിലൊക്കെ ഇടപെടാതെ ഭരണം ഞങ്ങൾ നടത്തുന്നു, നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ അഴിഞ്ഞാടിക്കുമെന്ന് മറ്റ് തീവ്രവാദി സംഘടനകളോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾക്കെതിരായ അക്രമം നടക്കുന്നത്. പിന്നെ മുഹമ്മദ് യൂനിസിനെ മുകളിൽ നിർത്തിയിട്ട് ഈ 2 വിദ്യാർത്ഥികൾ, ഉപദേശികൾ, അവരാണ് സമാന്തര ഭരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹഫാസത്ത് ഇസ്ലാം 2 ആഴ്ച മുമ്പ് അവിടുത്തെ ഇസ്കോൺ അംഗങ്ങൾക്കെതിരെയൊക്കെ വധഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. ഇസ്കോണിൻ്റെ അംഗങ്ങളെ ഉന്മൂലനം ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ഉപരോധം ബംഗ്ലാദേശിനെതിരെ വരും എന്ന് കരുതുന്നുണ്ട്. ഈ ഇറാനിൽ മറ്റേ പട്ടാളം ഉണ്ടല്ലോ, IRGC, ആ പട്ടാളം മറ്റേ ഖമേനി പറയുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും എടുക്കില്ലല്ലോ. ഒരു സമാന്തര ഭരണം അവർ നടത്തുന്നുണ്ട്, പട്ടാളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ IRGC പോലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ ഭരണം നടത്തുന്നത് എന്നൊരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടു. മോബ് ജസ്റ്റിസ്, ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട ഭരണവും ആൾക്കൂട്ട നീതിന്യായവും ഒക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ യൂനിസ് ആണെങ്കിൽ ക്ലിൻ്റൺ ഫൗണ്ടേഷന് പൈസ കൊടുക്കുന്ന ആളാണ്. പഴയ ബിൽ ക്ലിൻ്റനും ഹിലരി ക്ലിൻ്റനും എല്ലാം കൂടിയിട്ട് ഒരു ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട്. അതിന് പൈസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. ഈയിടെ അയാൾ സെപ്റ്റംബറിൽ അമേരിക്കയിൽ പോയപ്പോൾ യൂനിസ് ഈ ക്ലിൻ്റനെ കണ്ടിരുന്നു, ഒബാമയെ കണ്ടിരുന്നു, സോറോസിനെ കണ്ടിരുന്നു. സോറോസിൻ്റെ ഒക്കെ ഒരാളാണ്. അപ്പോൾ ട്രംപ് ഹിലരിയെ 2016 തോൽപ്പിച്ചല്ലോ തെരഞ്ഞെടുപ്പിൽ. തോൽപ്പിച്ചപ്പോൾ ഈ യൂനുസ് പറഞ്ഞത് എന്താണെന്നറിയോ? സൂര്യഗ്രഹണമാണ് സംഭവിച്ചത് എന്നാണ് പറഞ്ഞത്. സോളാർ എക്ലിപ്സ് എന്നാണ്. ഹിലരി ജയിക്കണം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്, ഡെമോക്രാറ്റുകളുടെ കൂടെ നടക്കുന്ന ആളാണ് യൂനുസ്. 2007 ഹിലരി ക്ലിൻ്റൺ യൂനുസിനെ ബംഗ്ലാദേശിലൊരു ഇടക്കാല സർക്കാരിൻ്റെ അവസരം വന്നപ്പോൾ അന്നും ഹിലരി പറഞ്ഞിരുന്നു യൂനുസിനെ പ്രധാനമന്ത്രിയാക്കണം എന്ന്. അന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ പിടിമുറുക്കുന്നുണ്ട് ഇവർ. പിടിമുറുക്കിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി കരാറുകളൊക്കെ പുനരവലോകനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദാനിയുടെ കരാറും അതിൻ്റെ അകത്ത് വരുമല്ലോ. അതിനും പുറമെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പാതയിലാണ് ബംഗ്ലാദേശ് എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ മറ്റേ
പാകിസ്ഥാൻ്റെ കപ്പൽ ആ കറാച്ചിയിൽ നിന്ന് ചിറ്റഗോങ്ങിൽ, ബംഗ്ലാദേശിൽ ചിറ്റഗോങ്ങിൽ വന്ന കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, അതെ അതെ, കച്ചവടത്തിന് വേണ്ടി. ശത്രുരാജ്യമായിരുന്നു ഇതുവരെ കരുതിയിരുന്നു, ഇപ്പൊ അത് മാറി എന്നുള്ളതിന്റെ സൂചന. ബംഗ്ലാദേശിലേക്ക് അവിടുന്ന് ഒരു കപ്പൽ വരുന്ന ആദ്യമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശ് ഈ പ്രവാചക നിന്ദ, മതനിന്ദ എന്നൊക്കെ പറയുന്ന സംഭവത്തിന് ഇനി വധശിക്ഷ കൊടുക്കണം എന്ന് ഹൈക്കോടതി ശുപാർശ ചെയ്തിട്ടുണ്ട് യൂനിസിൻ്റെ ഭരണകൂടത്തിനോട്. അതായത് സൈബർ സെക്യൂരിറ്റി ആക്ട് അതനുസരിച്ച് ഭേദഗതി ചെയ്യണം. അതായത് ഖുർആനെ നിന്ദിക്കുക, പ്രവാചകനെ നിന്ദിക്കുക, അതിനൊക്കെ പാകിസ്ഥാനിൽ വധശിക്ഷ കൊടുക്കുന്നുണ്ടല്ലോ. ആ പരിപാടി ജീവപര്യന്തമോ വധശിക്ഷയോ കൊടുക്കണം. ഖുർആനെ വിമർശിക്കുന്നവർ, മുഹമ്മദ് നബിയെ വിമർശിക്കുന്നവർ. 2 അംഗ ബെഞ്ചാണ് പറഞ്ഞത്. MR ഹസൻ, ഫാഹ്മിദ ഖാദർ ഇവരുടെ ഡിവിഷൻ ബെഞ്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രകോപന പ്രസംഗം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഹിന്ദുവിനെ പിടിച്ചു കൊണ്ടുപോകാം, വധശിക്ഷയ്ക്ക് വിധിക്കാം, ജീവപര്യന്തത്തിനൊക്കെ വിധിക്കാം. കാരണം ഈ ഭരണകൂടമോ പിള്ളേരോ പറയുന്നത്, വിദ്യാർത്ഥികളോ പറയുന്നതാണല്ലോ, അതെ, ഇന്ന ആൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കള്ളക്കേസുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പാർലമെൻറ്റ് ഇത് പരിഗണിക്കണം എന്ന് ഹൈക്കോടതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പോകുന്നതെന്നർത്ഥം. അല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ പറയുക എന്ന് കരുതാൻ വയ്യല്ലോ. ഈ പ്രവാചക നിന്ദ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നൊന്നും അധികം കരുതാൻ വയ്യ. അപ്പോൾ ഇത് പറഞ്ഞാണ് ഇപ്പോൾ ഇനി ഹിന്ദുക്കളെ ആക്രമിക്കാനായിട്ട് സാധ്യത എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇത്തരം കാര്യങ്ങൾക്ക് 2 വർഷം തടവ്, 5 ലക്ഷം ടാക്ക പിഴ, അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. 2 ലക്ഷമൊക്കെ അല്ല 2 വർഷമൊക്കെ തടവുള്ളൂ ഇത്തരം കാര്യങ്ങൾക്ക്. അതാണ് വധശിക്ഷയിലേക്ക് പോകുന്നത്. ഇനി ജാമ്യവും കിട്ടില്ല അങ്ങനത്തെ കേസിന്. ഈ ശുപാർശ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയെ കൊണ്ട് ശുപാർശ ചെയ്യിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ വരാൻ പോകുന്നു ഇങ്ങനെ. അതൊരു വശം. രണ്ടാമത്തെ ഭാഗത്ത് ഈ ഇന്ത്യക്കെതിരെ, അതായത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാളിനെ മോചിപ്പിക്കാനുള്ളൊരു ശ്രമം. മുമ്പ് ഇതിപ്പോൾ ഷെയ്ഖ് ഹസീന പോകും മുമ്പ് പറഞ്ഞിരുന്നതാണ്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ചിറ്റഗോങ്, മണിപ്പൂർ, സോഗം എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമുണ്ട് എന്ന് പറയുന്നത്. അത് ആ ഒരു ശ്രമം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് പോലെയാണ് ഇങ്ങനെ തീവ്രവാദികൾ ബംഗാളിനെ സ്വതന്ത്രമാക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള ഒരു സാഹചര്യം വേണമെങ്കിൽ ഉരുത്തിരിഞ്ഞ് വരാമെന്ന് പറയാം അല്ലേ? അതായത് അതിർത്തിയിൽ നിന്ന് വലിയ ഭീഷണികളാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെ, നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഭരണവും മത തീവ്രവാദികളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.